രാജ്യത്ത് വിപണിയിലുള്ള പ്രശസ്തമായ ബ്രാൻഡ് സാനിറ്ററി പാഡുകളിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുവെന്ന് പഠനം. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടോക്സിക് ലിങ്ക് എന്ന സംഘടനയുടെ പഠനത്തിലാണ് ആശങ്ക ഉയർത്തുന്ന വിവരങ്ങൾ ഉള്ളത്. ഇന്ത്യയിൽ വിപണി കൈയടക്കിയിരിക്കുന്ന പല സാനിറ്ററി പാഡുകളിലും കാർസിനോജൻ, പ്രത്യുൽപാദന വിഷ വസ്തുക്കൾ, എൻഡോക്രൈൻ ഡിസപ്റ്ററുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനം കണ്ടെത്തിയത്. ഇവ സ്ത്രീകളിൽ അലർജി മുതൽ വന്ധ്യതയും അർബുദവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് പഠനം. ദേശീയ കുടുംബാരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് 15നും 24നും ഇടയിൽ പ്രായമുള്ള 65% സ്ത്രീകളും സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തിങ്കളാഴ്ചയാണ് റാപ്ഡ് ഇൻ സീക്രസി എന്ന പേരിലുള്ള പഠനം ടോക്സിക് ലിങ്ക് പ്രസിദ്ധീകരിച്ചത്. ഫലൈറ്റ്സ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് എന്നീ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഇന്ത്യയിൽ വിൽക്കുന്ന പല സാനിറ്ററി പാഡുകളിലും ഉണ്ട് എന്നാണ് പഠന സംഘം പറയുന്നത്. ഉൽപ്പന്നത്തെ മൃദുവാക്കാനും അയവുള്ളതാക്കാനും ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫലൈറ്റ്. വിവിധ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരു രാസവസ്തുവാണ് ഇത്. രാജ്യത്തെ ഏറ്റവും അധികം വിൽക്കുന്ന 2 ബ്രാൻഡുകളിൽ 6 തരത്തിലുള്ള ഫാലൈറ്റുകൾ അടങ്ങിയിരിക്കുന്നുവെന്നാണ് പഠനം പറയുന്നത്. കിലോയ്ക്ക് 10 മുതൽ 19,600 മൈക്രോഗ്രാം എന്ന പരിധിയിലാണ് ഈ രാസവസ്തു പാഡുകളിൽ അടങ്ങിയിട്ടുള്ളത്. സ്ത്രീകളെ വന്ധ്യതയിലേക്ക് ഉൾപ്പെടെ നയിക്കുന്ന എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയ്ക്ക് വരെ ഫാലൈറ്റ്സ് കാരണമാകുന്നുണ്ട്. കൂടാതെ ഗർഭധാരണത്തിലെ സങ്കീർണതകൾ, ഇൻസുലിൻ പ്രതിരോധം, രക്താതിസമ്മർദ്ദം മുതലായവയിലേക്കും ഫാലൈറ്റ്സ് നയിക്കുന്നുണ്ട്. സാനിറ്ററി പാഡുകൾ വഴി മാത്രമാണ് സ്ത്രീകൾ ഫാലൈറ്റ്സുകളുമായി സമ്പർക്കത്തിൽ വരൂ എന്ന് സ്ഥാപിക്കാൻ പഠനം ഉദ്ദേശിക്കുന്നില്ല എന്നും പഠന സംഘത്തിൽ ഉൾപ്പെട്ട പ്രീതി മഹേഷ് എന്ന ഗവേഷക പറയുന്നുണ്ട്. അതേസമയം സാനിറ്ററി നാപ്കിനുകളിൽ ഉപയോഗിക്കുന്ന അത്യപകടകാരിയായ മറ്റൊരു രാസവസ്തുവാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്. ഇവ എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നു. പെർഫ്യൂമുകൾ, പെയിന്റുകൾ, എയർ ഫ്രഷ്നറുകൾ എന്നിവയിൽ VOC വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. പാഡുകളിൽ സുഗന്ധമുണ്ടാക്കുന്നതിനാണ് VOC ഉപയോഗിക്കുന്നത്. ക്ഷീണം, ബോധക്ഷയം, വിളർച്ച, ത്വക്ക് രോഗങ്ങൾ എന്നിവ മുതൽ വൃക്ക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ എന്നിവയ്ക്ക് വരെ VOC കാരണമാകാം. കൂടാതെ ഈ രാസവസ്തു തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിച്ചേക്കാം. ആർത്തവ സംബന്ധമായ ഉൽപ്പന്നങ്ങളിൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനായി യൂറോപ്പിൽ അനുവദനീയമായ അളവിന്റെ 3 മടങ്ങാണ് ഇന്ത്യയിൽ സാനിറ്ററി പാഡുകളിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരം പരിധികൾ നിശ്ചയിച്ചിട്ടില്ല എന്നതും ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്.